ഇസ്രയേലിന്റെ യുദ്ധക്കൊതി തീരുന്നില്ലേ? പലസ്തീനിൽ തുടരുന്ന കൂട്ടക്കൊലകളിൽ 10,000 കൊല്ലപ്പെട്ടിട്ടും ഇസ്രയേലിന്റെ യുദ്ധക്കൊതി തീരുന്നില്ലേ എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. ഇറാന് നേരെ ഉണ്ടായ ആക്രമണത്തിനും ഇറാൻ നൽകിയ തിരിച്ചടികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇറാന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേൽ വിറച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ആണവ നിലയങ്ങളടക്കം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 9 ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ശാസ്ത്രജ്ഞർക്കോ ജീവനക്കാർക്കോ ഒന്നും സംഭവിച്ചില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന അമേരിക്ക ഇറാൻ ആണവ ചർച്ച മാറ്റിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അമേരിക്കൻ പിന്തുണ ഉണ്ടായിരുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ആക്രമണം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പലസ്തീന് പിന്തുണ നൽകുന്ന രാജ്യമെന്ന നിലയിൽ ഇറാനെ നാമാവശേഷമാക്കാനുള്ള ലക്ഷ്യമാണ് ഇസ്രയേലിനുള്ളത്. എന്നാൽ ഇറാന്റെ കർശന തിരിച്ചടിയും അതുമൂലമുള്ള മരണങ്ങളും ഇസ്രയേലിന് ആശങ്കയുണ്ടാക്കുന്നതാണ്. പോസിറ്റീവ് ന്യൂസ്.